എം.കെ. രാഘവൻ എം.പിയെ വഴിയിൽ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ. മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിലെത്തിയത്. പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. കോളേജ് ഭരണസമിതി ചെയർമാനാണ് എം.കെ. രാഘവൻ എം.പി. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണോ അവിടെ ഉണ്ടായത്? ഈ സംഭവത്തോട് എം.കെ. രാഘവൻ പ്രതികരിച്ചോ? സ്മൃതി, ഈ ഘട്ടം വരെയും എം.കെ. രാഘവൻ എം.പി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഈ സംഭവം മാടായി കോളേജിലാണ്. മാടായി കോളേജ് സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലുമൊക്കെ കലാശിച്ചത്. ഇന്ന് ഈ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിൽ CPIM ബന്ധമുള്ള എം.കെ. രാഘവന്റെ ഒരു ബന്ധുവിന് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുകയും ഇത്തരത്തിൽ എം.കെ. രാഘവൻ എം.പിയെ ചോദ്യം ചെയ്തുകൊണ്ട് അതൊരു വാക്കേറ്റത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള എം.കെ. രാഘവൻ എം.പിയെ വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്, അതായത് കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെയാണ് ഇത്തരത്തിൽ വഴിയിൽ തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത്. ഈ കോളേജിനകത്ത് സ്റ്റാഫ് നിയമനത്തിൽ CPM അനുഭാവമുള്ളവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസ് അനുഭാവികളല്ലാത്തവരെ നിയമിച്ച്, അല്ലെങ്കിൽ എം.കെ. രാഘവൻ എം.പിയുടെ അടുത്ത ബന്ധുക്കളെ നിയമിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ആ സ്ഥലത്തേക്ക് എത്തുകയും എം.കെ. രാഘവൻ എം.പിയെ പ്രതിഷേധ സൂചകമായി തടയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്.